ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി, വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയപ്പോൾ ആ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങാനുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരത്തെ എണീറ്റ്, കാരണം കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് ദേ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം അങ്ങോട്ട് രാവിലത്തെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നന്നാവാൻ തീരുമാനിച്ചു. അത് നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊന്ന് പറഞ്ഞ പോലെ നാട്ടിൽ പോയി വന്നപ്പോൾ കണ്ടില്ലേ എൻ്റെ കോലം, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം നന്നായിട്ടൊന്ന് തടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം കുറേ ദിവസമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്കിങ്ങനെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഇൻഫോർമേഷൻ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനതാ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവേ എന്ന് പറഞ്ഞ പോലെ ഇതെൻ്റെ പണിയായുധമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ടാലേ പിന്നെ അതിൽ ഫുഡായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. കാരണം കുറേ വൈകുന്നേരം വരെ പുറത്ത് പോകാനുള്ളതാണ്, ഫുൾ ടൈം പുറത്ത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലാവരുതല്ലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി ദോശയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്തായാലും നന്നാവാൻ തീരുമാനിച്ചല്ലേ, അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഹെൽത്തി ഫുഡ് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ജീരകം ഇട്ടിട്ടുള്ള തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ രാവിലെ കുടിക്കുന്നത്. അതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുടിക്കുക. അപ്പോൾ അതവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ആ നേരം കൊണ്ട് റാഗി ദോശ എന്താ വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കണതാണല്ലോ. അപ്പോൾ ചെറുപയറും റാഗിയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുള്ള ദോശയാണ്. ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് അധികമായി പോയിട്ടോ. അപ്പോൾ രംഷേട്ടൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കുറച്ചും കൂടെ നേരത്തെ എണീക്കേണ്ടി വരുന്നത്. രംഷേട്ടൻ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ എന്തായാലും വഴിയെ വീഡിയോയിലൂടെ പറയാം. ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിത്തുക്കുട്ടീനും കൂടെ കൊണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റതാണ്. അപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി, തേങ്ങാ ചമ്മന്തി, നാളികേര ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പുറത്താണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ എല്ലാ കച്ചറ സാധനങ്ങളും, അതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചിരവിയും അതേപോലെ തന്നെ മടാളില്ലേ അത് തേങ്ങ വെട്ടണത്, അതും സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് നമ്മളൊരു കബേർഡും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കിച്ചൺ അറിയാലോ വളരെ സ്പേസ് കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ പുറത്ത് ഉള്ള സ്പേസും ബാൽക്കണിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റാഗി ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നി തന്നെയാണ് കേട്ടോ. നാളികേര ചട്നിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മിത്തുക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തയച്ചതും ഞാനിന്ന് കൊടുത്തയക്കാം എന്ന് വിചാരിച്ചതും ഞാനിന്ന് റാഗി ദോശയാണ്. അപ്പോഴേക്കും മിത്തുക്കുട്ടി ഇതേ റെഡിയായി വന്നിട്ടുണ്ട്. മിത്തുക്കുട്ടി ആർട്ടാണ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ICSE സിലബസാണ്. അപ്പോൾ അതിൽ 9th മുതൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റൊക്കെ മാറ്റി മറിച്ചൊക്കെ എടുക്കാം. അതിൽ ആളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആർട്ടാണ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളന്ന് അമ്മയുടെ പിക്ചർ വരച്ച സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാലൻറ്റഡ് ആണ്, നല്ലതാണെന്ന്. അപ്പോൾ മിത്തുനും ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. പക്ഷേ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ആർട്ട് 2 പേപ്പർ ഉണ്ട് 10th. അതേപോലെ തന്നെ 100 മാർക്സിൻ്റെ 2 പേപ്പറാണ്. പിന്നെ 100 സ്കെച്ച് ഒരു കൊല്ലം വരയ്ക്കണം. 100 സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒരുപാട് പഠിക്കാനുണ്ടാവും, അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഈ 100 സ്കെച്ചൊക്കെ ശരിക്കും എനിക്ക് ഇടയ്ക്ക് തോന്നുന്നു ടൈം വേസ്റ്റ് ആവുകയോ കുട്ടിയുടെ പഠിക്കാനുള്ള ടൈം ഈ സ്കെച്ച് വരച്ചിട്ടും. പിന്നെ എക്സാമിനാണെങ്കിലും അവർ ഫുൾ മാർക്ക് ഒന്നും തരില്ല, അത്രയും പെർഫെക്റ്റ് ആവണം. അപ്പോൾ മാർക്സ് കുറയുമ്പോൾ പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു അബദ്ധമായോ എന്നൊക്കെ ഇങ്ങനെ തോന്നി. പക്ഷേ മാർക്കിലല്ലല്ലോ, ആളുടെ ടാലൻറ്റിലല്ലേ കാര്യം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾ ഞങ്ങളോടും ചോദിക്കാനേ തന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ആർട്ടൊക്കെ എടുത്ത്, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരാൻ വന്നതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ രംഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കാണ് രാവിലെ കൊണ്ടാക്കേണ്ട ഡ്യൂട്ടി, കൊണ്ടുവരുന്ന ഡ്യൂട്ടി ഒക്കെ പരിപാടികൾ കേട്ടോ. അപ്പോൾ കാറിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മിത്തുനോട് വേഗം റെഡിയാവുക. എനിക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതേ മിത്തുക്കുട്ടി റെഡിയായി. മിത്തും പിന്നെ ആൾ പങ്ക്ച്വലാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ കറക്റ്റ് ടൈമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു സാധനം ചെയ്തിട്ട് ഇത്രയും ഉപകാരമായത് ഈ ഡ്രൈവിംഗ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രാവിലെ തന്നെ മിത്തുവിനെ കൊണ്ടാക്കുക, സ്കൂളിൽ നിന്ന് എല്ലാ കാര്യം A to Z എനിക്ക് ഈ കാർ ഡ്രൈവിംഗ് ഒരുപാട് ഗുണം ലൈഫിൽ ഹെൽപ്പ് ചെയ്തതാണ്. പിന്നെ വൃശ്ചിക മാസമായതുകൊണ്ട് അതുവഴി അമ്പലത്തിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് എന്നും വരുന്നത് കേട്ടോ. അങ്ങനെ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കി വന്നു കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, രംഷേട്ടനാണ് മിത്തുനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഉടനെ ഞാൻ അങ്ങനെ ഡ്രസ്സ് മാറ്റി ജിമ്മിൽ പോവാണ് ചെയ്യാറ്. സാധാരണ ഞാൻ ജിമ്മിൽ പോയി വന്നിട്ടാണ് അങ്ങനെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് കുറച്ച് ദിവസം എന്നും പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പറ്റാവുന്ന ദിവസം രാവിലെ എണീറ്റ് എന്താ പറയുക, കുളിച്ചതിന് ശേഷം
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ. അപ്പോൾ പിന്നെ രാവിലത്തെ ജിമ്മ് പോക്ക് ഒരു പ്രശ്നമാണ്. പിന്നെ അമ്പലത്തിലൊക്കെ ഇപ്പോൾ പോയി വന്ന് പിന്നെ രാവിലെ വൈകിട്ടും പോകാറുണ്ട് കേട്ടോ വൃശ്ചിക മാസത്തിൽ. നല്ല രസമാണ് ഇവിടെ അമ്പലത്തിലെ പരിപാടികൾ. ഞാൻ പറഞ്ഞില്ലേ, ഇനി 2 months അന്നദാനം ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ 2 months പ്രോഗ്രാംസ് ഉണ്ട്. എന്നും മിനിമം ഭജനയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല നല്ല പ്രോഗ്രാംസുകൾ, അങ്ങനെ കുറേ ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് തന്നെ നമുക്ക് അമ്പലം കൂടെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം ഞാൻ ബദാം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് രാവിലെ കഴിച്ചു. നന്നായി വിശക്കുണ്ട്. ഇന്നലെ ഇപ്പം മാക്സിമം ഒരു 7:30 ആകുമ്പോഴേക്കും ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഡയറ്റ് തുടങ്ങിയിട്ട് 1-2 ദിവസമായി. എന്നാണ് ഞാനൊരു മെയിൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വിചാരിച്ചു മെയിൻ വീഡിയോ ഇട്ടതിന് ശേഷം തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ദിവസം ഡേ 1 ഞാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്നൊന്നൊരു ഐഡിയ കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയ. മിത്തക്കുട്ടിക്കും കൊടുക്കും കേട്ടോ ഡെയിലി 5 ബദാം രാവിലെ. ബദാം കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ ഇരുന്നിട്ട്, ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നു. പിന്നെ ദിവാലിയൊക്കെ ആയിട്ടും ഭയങ്കര സ്വീറ്റ്സൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലോണം വെയിറ്റ് കുറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞത്, ഒന്നിടുമോ, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞല്ലോ എന്ന്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലെയുള്ള ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് തടിക്കും. വളരെ പെട്ടെന്ന് പറഞ്ഞത് അത് ഇങ്ങനെ സെക്കൻഡിൽ തടിക്കുന്ന ഒരാളാണ്. അപ്പം അതും ഭക്ഷണം ഭയങ്കര ഇഷ്ടം. അപ്പം നല്ലോണം കൺട്രോൾ ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ ഒരു വെയിറ്റ് ലോസ് ജേണി, അതായത് എന്താ പറയുക, പെട്ടെന്ന് വെയിറ്റ് കുറയും കേട്ടോ. പക്ഷെ എന്നാലും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അത് വെയിറ്റിൽ കാണും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെങ്കിലും നാട്ടിലൊക്കെ പോയി, എപ്പോഴും അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. നാട്ടിൽ പോയി വരുമ്പോഴാണ് എനിക്ക് ആ തിരിച്ച് തടി വരിക. ഇനിയിപ്പോൾ ഞാൻ ഇനി ബോംബെയിൽ എത്തിയ സ്ഥിതിക്ക് ഞാൻ ആ ഒരു കൺട്രോളിൽ പോകും. പക്ഷെ മെയിനിൽ നാട്ടിൽ പോണോടുകൂടി ഞാൻ പിന്നെയും തടിക്കും. അതിനുള്ള മെയിൻ റീസൺസ് ഫുഡിൻ്റെ പ്രശ്നമാണ്. അതായത് ഞാൻ വലിച്ചു വാരി കഴിക്കുക എന്നുള്ളതല്ല, ഞാൻ കഴിക്കുന്ന ഫുഡുകൾ കാർബ്സ് കൂടുതലാവുമ്പോൾ ഞാൻ പെട്ടെന്ന് തടിക്കും. എൻ്റെ ഒരു ശരീരത്തിന് എനിക്ക് കാർബ്സ് കുറച്ച് കുറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ റിച്ചായ ഫുഡുകളാണ് എൻ്റെ ബോഡിക്ക് സ്യൂട്ട് ആവുക. എല്ലാവരുടെ ബോഡിക്കും അതെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ വണ്ണം വെക്കും ഈ കാർബ്സ് കൂടുതൽ കഴിക്കുമ്പോൾ. പിന്നെ വർക്കൗട്ട് ഇല്ല എന്നുണ്ടെങ്കിലും വണ്ണം വെക്കും. അപ്പം ഞാനിത് കൺട്രോൾ ചെയ്ത് ബോംബെയിൽ പോകുന്ന 2 റീസൺ, ഒന്ന് മാക്സിമം കാർബ്സ് കുറച്ചിട്ടുള്ള അങ്ങനത്തെ ഫുഡുകളും, ഒന്ന് ഈ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയുള്ള വർക്കൗട്ട് കൊണ്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കുന്ന ഒരു തടിയിൽ നിൽക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തടി പിടിച്ചാലും കിട്ടില്ല, അങ്ങനത്തെ ഒരു തടിയാണ്. അപ്പോൾ പക്ഷെ അതേപോലെ തന്നെ മെലിയും ചെയ്യും. അപ്പം എന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പം നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, തടിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എൻ്റെ ശരീരം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, അങ്ങനെ പെട്ടെന്നൊന്നും തടിക്കാത്തവർക്ക് അത് ഓക്കെയാണ്. അപ്പോൾ എനിക്ക് 1 വീക്ക് പോലും ഞാൻ ബ്രേക്ക് എടുത്താൽ പോലും എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് അത് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 21 ഡേയ്സിൻ്റെ ഒരു ചലഞ്ച്. കാരണം നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവാൻ 21 ഡേയ്സ് ആണ് വേണ്ടത്. അതിൽ തന്നെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ 20, കാരണം ഞാനൊരു 70, 90, 100 ഒന്നും ഞാൻ എടുക്കില്ല, എനിക്കറിയില്ല. അപ്പോൾ ഈ 21-ൽ തന്നെ എനിക്കറിയാം ഒരു 2-3 ദിവസത്തെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താവുന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എങ്ങനെ ഉണ്ട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ ഞാൻ നന്നാകുമല്ലോ എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. കാരണം നിങ്ങളോടത് പറഞ്ഞ് ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് പോലെ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ആ ഒരു സംഭവം കൂടെ ഞാൻ കാണിക്കും. ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞ് ഞാനത് ചെയ്യില്ല. എനിക്കത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു 21 ഡേയ്സിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ ഡെയിലി ഒരു 1 hour പറ്റാവുന്ന ദിവസമൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യട്ടെ. ചന്ദനക്കുറി തൊട്ട് ജിമ്മിൽ പോയ ആദ്യത്തെ ആളായിരിക്കും. പക്ഷേ ഇവിടെ എന്താ പറയുക, ഈ ജിമ്മിൽ ആകെ വരുന്ന ആൾ രംഷേട്ടനാണ്. രംഷേട്ടനും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. രാവിലെ എന്തൊരു മനുഷ്യക്കുട്ടി ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രൈവറ്റ് ജിമ്മ് പോലെയാണ് കേട്ടോ ഇപ്പം ഞാൻ. അപ്പം ജിമ്മിൽ പോയി വന്നു. ഞാനിതേ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ മിത്തക്കുട്ടീനെ, അങ്ങനെ പറഞ്ഞയച്ച്. പിന്നെ ഒരു പഴമില്ലേ, ഹാഫ് പഴം, ഞാൻ പറയില്ല, ആ പഴം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ റാഗി ചെറുപയർ ദോശ, ഇത് ഞങ്ങൾ 2 പേര്, ഞാൻ 2 പേരല്ല കേട്ടോ, രംഷേട്ടൻ്റെ ഇല്ല, ഞങ്ങളുടെ 3 പേര് ഫേവറേറ്റ് ആണ്. ഇങ്ങനത്തെ ഹെൽത്തി സംഭവങ്ങളൊക്കെ മിത്തുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രംഷേട്ടന് പിന്നെ പണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. സാധാരണ ദോശയാണെങ്കിൽ മിത്തുക്കുട്ടി 2 ദിവസം അടുപ്പിച്ച് ദോശ ഉണ്ടാക്കി പറയും, ഓ അമ്മയുടെ ഒരു ദോശ എന്ന് പറയും. ഇഡ്ഡലി ആണെങ്കിലും ചപ്പാത്തി മാത്രം 5 നേരം, അത് ഇവിടുത്തെ കുട്ടിയാ തോന്നുന്നുണ്ട്, മുംബൈ കുട്ടിയാണ്. ചപ്പാത്തി 5 നേരം 365 ദിവസം കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. ദോശ ഇഡ്ഡലിയൊക്കെ 2 ദിവസം അടുപ്പിച്ചായ, ഇനിയിപ്പോൾ എന്ത്
ഫുഡാണെങ്കിൽ 2 ദിവസം അടുപ്പിച്ചായ പറയും ഓ ഇത് മടുത്തു എന്നും എന്തെങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ റാഗി പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, റാഗി ദോശ, റാഗിയും ചെറുപയറും കൂടിയുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ജോവറിൻ്റെ ബാക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞേ മുംബൈ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഫുഡിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറും കൂട്ടുകാർ പക്ഷേ സ്കൂളിലേക്ക് ചോറും കൊണ്ടുപോയില്ലേ രമേശേട്ടനും? അതെ, ഓഫീസിലേക്ക് ചോറും ഉണ്ടാവാത്ത കാരണം ചോറ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉച്ചയ്ക്ക് ആലോചിക്കുകയേ വേണ്ട. എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ മാത്രം കൊണ്ടുപോകും, പക്ഷെ ഡെയിലി എഗ് ഫ്രൈഡ് റൈസ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബാക്കി ഒരു ടൈപ്പ് ഓഫ് റൈസും രണ്ടുപേരും കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ നല്ല ബിരിയാണിയോ രാവിലെ എണീറ്റ് ആർക്കാണ് ഇത്തിരി സമയം ബിരിയാണി ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ചപ്പാത്തി ഉണ്ടാക്കലാണ്. രാത്രി പിന്നെ അധികമല്ല ഇപ്പം മാക്സിമം ഡേയ്സ് ജോവറിൻ്റെ ബാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുക. കാരണം ജോവർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്, ഫൈബറാണ്, ഭയങ്കര ലെസ് കാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് ജോവറിൻ്റെ ബാക്കറിയാണ് ഇപ്പം എന്നും വൈകുന്നേരം ഉണ്ടാക്കുക. അതാകുമ്പോൾ എന്താ വെച്ചാൽ എണ്ണവും കുറച്ച്, അതായത് 1.5 ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കട്ടി പോലെ ആയിരിക്കും. അപ്പോൾ 1-1.5 കൂടുതൽ നമുക്ക് എന്തായാലും കഴിക്കാനും പറ്റില്ല. എന്തായാലും സാറ്റർഡേ സൺഡേ എന്നൊരു സമയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ നാടൻ ഫുഡിലേക്ക്, അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം വരും. കാരണം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നല്ല മട്ട റൈസും മീൻകറിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൂട്ടി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മാനസിക പ്രശ്നമാണ്, വയറിനല്ല മാനസികമായിട്ടൊരു പ്രശ്നം വരും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ട് തോന്നുന്നു കേട്ടോ ഷോർട്സിലെ ഈ ഒരു റാഗി ചെറുപയർ ദോശ. ഒരു കപ്പ് എത്രയാണോ അളവ്, ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നാളേക്കും ഉണ്ടാവും. ഒരു ഗ്ലാസ് ചെറുപയറും 1 ഗ്ലാസ് റാഗി, അതുപോലെ തന്നെ റാഗി പൊടിയല്ല കേട്ടോ, റാഗി, അതേപോലെ കുറച്ച് ഉലുവ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അത് സോക്ക് ചെയ്ത് രാത്രി വെക്കുക. രാവിലെ എണീറ്റ് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ചട്നിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ നാളികേര ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് പറിച്ചു വെച്ച സ്ഥിതിക്ക് ഇനി രക്ഷപ്പെട്ടു. ഇന്നും നാളെയും ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ആലോചിക്കണ്ട. എന്നും ഓട്സ് കഴിക്കുമ്പോഴേ ഒരു മടുപ്പാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടെങ്കിലും അപ്പം ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞില്ലല്ലോ. രമേശേട്ടൻ ഇവിടെ ഇല്ലാന്നേ പറഞ്ഞുള്ളൂ. എവിടെയാണ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. രമേശേട്ടൻ നാട്ടിൽ നിന്ന് വന്ന് ഒരു ആഴ്ച തന്നെ ചൈനയിൽ പോയിരിക്കുകയാണ്. ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെയാണ് ഇനി കുറച്ച് ദിവസം, അധിക ദിവസം ഒന്നുമില്ല, ഒരു 10 ദിവസം കഴിഞ്ഞാൽ എന്തായാലും വരും. അപ്പോൾ അവിടെ ഇപ്പോൾ പോകുമ്പോൾ നല്ല തണുപ്പാണ്, ഒരു 17 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അവിടെ ചെന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 ഡേയ്സിൽ വളരെ താഴ്ന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് 7 ഡിഗ്രിയാണ്, ഭയങ്കര തണുപ്പാണ്. ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് പോണത്, എന്നാലും ഭയങ്കര തണുപ്പാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് എക്സ്ട്രാ പണി. 21 ഡേയ്സ് ചലഞ്ച് തുടങ്ങും ചെയ്തു. എന്നാൽ മിത്തുകുട്ടിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കും വേണം. കാരണം ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എല്ലാതും നമ്മൾ തന്നെ ചെയ്യണം. മറ്റേതാകുമ്പോൾ പകുതിയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് ഭക്ഷണം പക്ഷെ ഒരു കാര്യത്തിൽ സുഖമാണ്. കാരണം ഭക്ഷണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫുൾ തട്ടിക്കൂട്ട് ഇതുപോലത്തെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. മിത്തുകുട്ടിക്കും ആ ഒരു കാര്യത്തിൽ സുഖമാണ് കേട്ടോ. അവൾക്കും അങ്ങനെ ഭയങ്കര ഹൈഫൈ ഫുഡ് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വേണം. നോൺ വെജ് വേണമെന്നും നിർബന്ധമില്ല. കഴിക്കട്ടെ കേട്ടോ സമാധാനമായിട്ട്. ഇതാണ് ഇപ്പം എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുന്നത്. ജിമ്മിൽ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്ന ആ ഒരു സമയമാണ്. ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ എഡിറ്റിംഗ് ആണ്. ലഞ്ച് പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ലഞ്ച് ഞാൻ ഓൾറെഡി മിത്തുകുട്ടിക്ക് രമേശേട്ടനൊക്കെ ഓഫീസിലേക്ക് കൊടുത്തേക്കുന്ന സെയിം ലഞ്ച്, അതായത് അധികം ചപ്പാത്തിയും എന്തെങ്കിലും ബാജി ആയിരിക്കും, അതായിരിക്കും എനിക്ക്. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ ആ ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല. പിന്നെ എനിക്ക് വീട്ടിലൊരു ക്ലീനിങ്ങും ജിമ്മിൽ പോയി വന്ന ഒരു അരമണിക്കൂറിൻ്റെ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മണി 1:30 വരെ എനിക്ക് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലഞ്ചിന് സാറ്റർഡേ സൺഡേ അതാ പ്രശ്നം, ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നും നടക്കില്ല. കാരണം ലഞ്ച് ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ആകുമ്പോൾ 1 മണി 1:30 ആയി കിട്ടും. അപ്പോൾ അങ്ങനെ സാധാരണ ഇപ്പം രാവിലത്തെ ചായ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ചില ദിവസം നമുക്കുണ്ടല്ലോ, ഇപ്പോൾ ഇന്നലെ പോഹയായിരുന്നു. പോഹ കഴിക്കുന്ന ദിവസം ഒന്നും ഇല്ലാത്തൊരു ഫീല് വരുമ്പോൾ ഞാൻ ഒരു ചെറിയ കപ്പ് ഒരു ചായ കുടിക്കും. ഈവനിങ്ങിലെ ചായ ഇതുവരെ നിർത്താൻ പറ്റില്ല. ഈവനിങ് ആകുമ്പോഴേക്കൊരു എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഈവനിങ് മാറ്റി ഗ്രീൻ ടീ ആക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റും തോന്നില്ല. ഗ്രീൻ ടീ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം ആയതുകൊണ്ട് അറിയില്ല, എന്തായാലും ഒന്ന് മാറ്റി നോക്കണം. പക്ഷെ രാവിലത്തെ ചായ ഞാൻ മാക്സിമം ഡേയ്സ് ഒഴിവാക്കാറുണ്ട്. ഇനി വല്ലാതെ അങ്ങനെ ഒരു ക്രേവിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ തോന്നുമ്പോൾ ചായ കുടിക്കൂട്ടോ. അപ്പോൾ ഇന്ന് എന്നെ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടി വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആൾക്ക് ചെറുതായിട്ട് പനിയൊക്കെയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ പണിയും കൂടെ എക്സ്ട്രാ ശരിക്കും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ ഈവനിങ്ങിൽ എനിക്ക് ഈ ബാക്കറി ഉണ്ടാക്കി തരാനും അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് ഒരുപാട് ഷൂട്ടിങ്ങും ഇതിനൊക്കെ സമയം ഇതിന് വേണ്ടി പോകും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അറിയാലോ, ഞാനിങ്ങനെ ഓൾറെഡി എനിക്ക് ക്ലീനിങ്ങിന് ആളുണ്ടെങ്കിലും ഞാൻ ഈവനിങ്ങിൽ ഒന്ന് അടിച്ചു വരും, രാത്രി അടിച്ചു വരി തുടയ്ക്കുകയും ചെയ്യും കേട്ടോ, റൂമും ഹോളും. അതെനിക്ക് ചെറിയൊരു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രമേശേട്ടന് തന്നെ പറഞ്ഞു, നീ
നീയേ ക്ലീനിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് രാവിലെ മുതൽ ഇതിന് മാത്രമേ, അപ്പോൾ എനിക്ക് തന്നെ തോന്നി ശരിയാണ്. കാരണം എൻ്റെ നല്ല ടൈമും എൻ്റെ ഇതുള്ള ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ വെറും ക്ലീനിങ്ങിന് മാത്രം ആവരുതല്ലോ. ഓൾറെഡി 2 പ്രാവശ്യം ഒരു ദിവസം എൻ്റെ വക ഒരു ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ളതിന് ഒരാളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആ പണിയൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഷൂട്ടിംഗ് ആണ്. ഇതൊക്കെയാണ് എൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കേട്ടോ. നമ്മളൊരു ദിവസം ഒരു 5 പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട് മിനിമം വരുന്നതിനനുസരിച്ച്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ എനിക്കൊരു 1.5-2 മണിക്കൂർ വരും. പിന്നെ അത് എഡിറ്റ് ചെയ്യണം. കാരണം ആദ്യം ഞാൻ എൻ്റെ മുഖം അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, മുടി ശരിയാക്കണം. ഓരോ ഡ്രസ്സ് മാറുമ്പോഴും മുടിയൊക്കെ ഇതാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വന്നിട്ടുള്ള ഒരു 3-4 പ്രോഡക്റ്റുകളുണ്ടായിരുന്നു. അന്നന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ഒരു ഫുൾ ഡേ എനിക്ക് ഇതിനിരിക്കണം. വീക്കെൻഡ് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കണ കാരണം എനിക്ക് അങ്ങനെ ഫുൾ ഡേ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടികളായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ ഇടണം. ഈ വീഡിയോസൊന്നും ഞാൻ യൂട്യൂബിൽ ഇട്ടില്ല. ഞാൻ എന്തായാലും കുർത്താസൊക്കെ യൂട്യൂബിൽ ഇടാം കേട്ടോ. പിന്നെ ഈ ഡ്രസ്സും കുറേ പേര് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്യാം കേട്ടോ. ഇതിൽ ഇന്നത്തെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇന്ന് ടാഗ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മുതൽ വെയിങ് സ്കെയിൽ മുതലുള്ള എല്ലാ സാധനങ്ങളും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ചെടുപടെ എന്തായാലും സാലഡ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. തൈരും കുക്കുംബറും. ഇത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അതിനിപ്പോൾ ചോറാണെങ്കിലും ശരി, ഡെയിലി ഞാൻ ഉച്ചയ്ക്ക് ഈ ഒരു സാലഡ് എനിക്ക് മസ്റ്റ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സമയം 1:45 ഞാൻ ധൃതി പിടിച്ച് കറി ഉണ്ടാക്കുകയാണ് ലഞ്ചിനുള്ളത്. ഇന്ന് മിത്തുക്കുട്ടി രാവിലെ രാഗി ദോശയാണ് കൊണ്ടുപോയത്. ഞാൻ എപ്പോഴും ചപ്പാത്തിയാണ് കൊടുത്തേക്കാറ്. ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി അറിയാം രാഗി ദോശ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്താണെന്നുള്ളത്. കാരണം ഞാൻ പറയില്ലേ ചപ്പാത്തി കുട്ടിയാണ്, ഉച്ചയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൂടെ. പക്ഷെ രാഗി ദോശ ആയതുകൊണ്ട് എനിക്കറിയാം അതിങ്ങനെ ഉണങ്ങിയ പോലെ ആവില്ല, ടേസ്റ്റ് ഉണ്ടാവും. ചൂത്തപ്പം പോലെയാണ് ഉണ്ടാക്കിയതിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് കുറേ ഷൂട്ടിങ്ങും കുറേ എഡിറ്റിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ നിന്ന് എണീറ്റുള്ളൂ. അപ്പോഴാണ് ഇനി എന്തുണ്ടാക്കും എന്നുള്ളത്. എനിക്ക് ഓൾറെഡി ഉച്ചയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ജോവറി ബാക്കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര കല്ല് പോലെ ആയിരുന്നു. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈശ്വര ഇതൊന്നും ഉച്ചയ്ക്ക് പണി പാളുമെന്ന്. സാധാരണ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതാ കഴിക്കാറ്. അപ്പോൾ ഇന്നലത്തെ 2 ബാക്കറി എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അതും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ, മിത്തുകുട്ടിക്ക് രാഗി ദോശ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നിങ്ങനെ ആലോചിച്ചത്. ഓവനിൽ വെച്ചിട്ട് ആക്കിയപ്പോൾ സോഫ്റ്റ് ആയി കേട്ടോ. പൊതുവെ ചപ്പാത്തിനെ പോലെയല്ല കണ്ടോ, ഈ ഒരു ഹാർഡ്നെസ് ഉണ്ടായിരിക്കും, ഈ ഒരു കട്ടി ഉണ്ടായിരിക്കും. പക്ഷെ ഈ കട്ടിയുള്ളതുകൊണ്ട് തന്നെ 1 അല്ലെങ്കിൽ 1.5 കഴിച്ചാൽ മതി. ഡിന്നറൊക്കെ ആണെങ്കിൽ ഒരൊറ്റ എണ്ണം കഴിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ ഒരു 1/2 പേരക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പേരക്കയായിരുന്നു. അപ്പോൾ ഒരു 1/2 പേരക്ക. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പനീർ ബുർജിയാണ്. കുറച്ച് പനീർ ഇരിക്കുന്നുണ്ട്, ഒരു 75 grams ഓഫ് പനീറുണ്ട്. കറി ഒന്നും ഉണ്ടാക്കാൻ വയ്യ. ബുർജി ആകുമ്പോൾ പരിപാടി വേഗം എളുപ്പമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള പനീർ ബുർജി. ഇതുപോലെ സോഫ്റ്റ് പനീറാണ് കേട്ടോ. അപ്പോഴാണ് അതിങ്ങനെ ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ഞാൻ അധികം ഇവിടുന്ന് ഫ്രഷ് പനീറാണ് കേട്ടോ വാങ്ങുക. ഇവിടെ ഫ്രഷ് പനീർ വാങ്ങിക്കാൻ കിട്ടും. കാരണം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അല്ലേ, പനീറൊന്നും നല്ല പനീറല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡയറി ഫാമിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന പനീർ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ കൺട്രി ഡിലൈറ്റിൻ്റെ പനീർ അടിപൊളിയാണ്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം കൺട്രി ഡിലൈറ്റിൻ്റെ പാലും ഭയങ്കര നല്ലതാണ്. പക്ഷെ ഭയങ്കര റേറ്റ് കൂടുതലാണ് ബാക്കിയുള്ള പനീറിനേക്കാളും, അല്ലെങ്കിൽ ബാക്കിയുള്ള പാലിനേക്കാളും ഒക്കെ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ കൺട്രി ഡിലൈറ്റിൻ്റെ പനീർ, ഇവിടെ തന്നെ കുറേ പനീർ നല്ലതാണ്. ഗോവർദ്ധൻ പനീറുണ്ട്. എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ആക്ച്വലി ഇങ്ങനത്തെ പനീർ കഴിച്ചിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. അതൊരു ടേസ്റ്റ് ഇല്ലല്ലോ എന്നുള്ളത്. പനീറിന്റെ ഒരു ടേസ്റ്റേ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ആകുമ്പോൾ ഈ ലോക്കൽ ഇതില് കിസാൻ കണക്ട് അങ്ങനത്തെ ഒക്കെ ലോക്കൽ ഗ്രോസറി സ്റ്റോഴ്സിലൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പനീർ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ തന്നെ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ബുർജി റെഡി ആയി കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഓഫ് ചെയ്യണം. അധികം കുക്ക് ചെയ്യരുത്. ആ സോഫ്റ്റ്നെസ് ആണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിതേ മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ മിത്തുക്കുട്ടി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വെച്ചാലും രാവിലെ സ്കൂളിലേക്ക് നടക്കില്ല, വേർത്തിട്ട് പിന്നെ സ്കൂളിൽ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ പപ്പ പിന്നെ എന്നും കൊണ്ടാക്കണ കാരണം പപ്പ ഇല്ലെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കൊണ്ടാക്കിക്കും. ഉച്ചയ്ക്ക് പക്ഷേ ഞാൻ എന്തായാലും രമേശേട്ട ഓഫീസിൽ പോകുന്ന ദിവസം വണ്ടി എടുക്കാൻ വണ്ടി ഉണ്ടാവില്ല. അല്ലാത്ത ദിവസം ഞാൻ എന്തായാലും നടത്തിക്കൂട്ടെ. കാരണം എനിക്ക് 3 കഴിച്ച് കഴിഞ്ഞാൽ ഒരു നടത്തും കാര്യങ്ങളൊക്കെ ആവുമല്ലോ വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും കൊണ്ടുവരാൻ പോകില്ല. ഒരു നേരമെങ്കിലും നേരം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതാ ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്.
ഈവനിങ്ങിൽ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ചായയും ഒരു റസ്ക്കും, 1 2 റസ്ക്. മിത്തുക്കുട്ടി പിന്നെ മിത്തുക്കുട്ടിക്കുള്ള സാധനം എന്താ വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഉണ്ടാക്കുക. എന്താ ഉണ്ടാക്കണേ? ബ്രെഡ് പീനട്ട് ബട്ടർ ടോസ്റ്റ്, മിത്തൂസ് സ്പെഷ്യൽ. എനിക്കില്ല കേട്ടോ, എനിക്ക് ചായയും 2 റസ്ക്കും. മിത്തുവിന് റസ്ക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഇന്ന് റാഗി ദോശ വെച്ചതിന് ഇവിടെ രംഗംവട്ടായിരുന്നു. അമ്മ എന്തിനാ റാഗി ദോശ വെച്ച? അമ്മയ്ക്ക് അറിയില്ല എനിക്ക് ദോശ ഇഷ്ടമല്ല ഉച്ചയ്ക്ക് വെക്കുന്നത്. ഞാനൊരു കയ്യബദ്ധമല്ല, അറിഞ്ഞുകൊണ്ടൊരബദ്ധം ചെയ്തതാണ്. പക്ഷെ 4 കഴിച്ചു, 2 നാളെ പാവല്ലേ വിചാരിച്ചിട്ട് കഴിച്ചു അത്ര. കാരണം അല്ലെങ്കിൽ റാഗി അരയ്ക്കാനും ഉണ്ടാക്കാനൊക്കെ സമയം എടുത്തില്ല. അപ്പം എനിക്ക് ചപ്പാത്തിയും ബാജിയും കൂടെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു ഇതായിട്ട് എടുത്തോ പെണ്ണെ. മിത്തുക്കുട്ടിക്ക് അപ്പം ചായയും ബ്രെഡ് ആൻഡ് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. പീനട്ട് ബട്ടർ ടോസ്റ്റ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഇന്ന് എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല. എത്ര ദിവസം ഇങ്ങനെ പോകും നോക്കട്ടെ. പക്ഷെ പീനട്ട് ബട്ടർ നല്ലതാണ്. ഹെൽത്തി വേർഷനാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഈവനിങ്ങിന് ഇരിക്കാൻ സമയമൊന്നുമില്ല. മിത്തുവിന് കുറേ ക്ലാസ്സസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആർട്ട് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈവനിങ്ങിലെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. ഇപ്പോൾ രംഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈവനിങ്ങിൽ സുഖമാണ്, കാർ എടുത്ത് പോകാം. രംഷേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ ഈ കൊണ്ടാക്കുന്നതൊക്കെ ഞാൻ ഓട്ടോയിലാണ് കൊണ്ടാക്കാറ്. നിങ്ങൾ കാണുന്നുണ്ടാവും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു അല്ലറ ചില്ലറ ഓട്ടത്തിന് വേണ്ടി, അതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂട്ടി വാങ്ങിയത്. പക്ഷെ അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായതുകൊണ്ട് ഞാനത് വിട്ടു. എനിക്ക് കാറാണ് കംഫർട്ട്, സ്കൂട്ടി ഒട്ടും കംഫർട്ട് ആവണില്ല കേട്ടോ. പിന്നെ ഈ ഒരു കാറ് സഫാരി ഉണ്ടല്ലോ, ഇത് എന്താ പറയുക, എൻ്റെ സ്വന്തം യൂട്യൂബ് ഇത് വരുമാനം കൊണ്ട് ഞാനിത് ഇപ്പോഴും EMI അടച്ച് എടുക്കുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കിനി ഇത് മാറ്റി വലിയൊരു നല്ല വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു സെക്കൻഡ് ഹാൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ ഈ ഒരു വാക്കിംഗ് എക്സസൈസ് ഞാൻ ഡെയിലി ചെയ്യും. ഇത് കാണുമ്പോൾ എനിക്ക് സുകുമാരിയുടെ ആ ഒരു സ്റ്റെപ്പ് പോലെ ഓർമ്മ വരും. അപ്പോൾ ഞാനും മിത്തുക്കുട്ടിയും കൂടി ചെയ്യും. അത് അടിപൊളിയായിട്ട് വാക്കിംഗ് ആ ഒരു എക്സസൈസ്. പറ്റാവുന്ന ദിവസം വൈകുന്നേരം അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു കുട്ടി വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടില്ലേ ബാക്കറി, നല്ല അടിപൊളി ഹെൽത്തി ഡിഷസ്. ഡിന്നറിൻ്റെ കുക്കിങ്ങിന് വെച്ചിട്ട് ഞാനൊരു 10 ദിവസമായിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പിറന്നാൾ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കുക്കിങ്ങിന് ഡിന്നറിന് ആളെ വെച്ചത്. വേറെ ഒന്നുമല്ല, രംഷേട്ടൻ കംപ്ലീറ്റ് ഈ ട്രാവലിങ്ങും രംഷേട്ടൻ്റെ ഇതൊക്കെ ആയ കാരണം ഞാൻ മിത്തുവിൻ്റെ ഫുള്ള് രാത്രി 8:30 വരെ മിത്തുവിന് ആ ക്ലാസ് ഈ ക്ലാസ് കൊണ്ടാക്കൽ, പിന്നെ എനിക്ക് ഷൂട്ടിങ് എഡിറ്റിങ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹെക്ടിക്കാണ് വേണം. അത് മാത്രമല്ല, എനിക്കായിട്ട് ഒരു മീ ടൈമില്ല. രാവിലെ ഒരു 5:30 എണീറ്റാൽ രാത്രി 11:30 വരെ എനിക്ക് ഇരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു മീ ടൈം രാത്രിയെങ്കിലും വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഡിന്നറിന് ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ളൂ കേട്ടോ കുക്കിങ്ങിന് ആളെ വെച്ചിട്ട്. അതും കൂടി ഇല്ലെങ്കിൽ എൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് ഡിന്നർ ഒരു തട്ടിക്കൂട്ടാണ്. മിത്തുവരെ എന്നും തട്ടിക്കൂട്ടാണ്, പപ്പല്ലെങ്കിൽ ഇവിടെ എന്നും തട്ടിക്കൂട്ടാണെന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താണ് ഡിന്നറാണ്. പനീർ സാൻഡ്വിച്ച്, പനീറും കുക്കുംബറും ഓണിയനും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്ത നമ്മുടെ മുംബൈ സാൻഡ്വിച്ച് പോലത്തെ സാൻഡ്വിച്ച്. സത്യം പറയാൻ പറഞ്ഞില്ല, ഇന്ന് ബാക്കറി ഓൾറെഡി ഉച്ചയ്ക്കുണ്ടായിരുന്നു. പനീർ പൊറോട്ട അല്ലെങ്കിൽ ആലു പൊറോട്ട ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഇന്ന് ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ക്ലീനിങ്ങും എല്ലാം കൂടെ ചെയ്ത് മിത്തുവിനെ അങ്ങോട്ടും ഉണ്ടാക്കി ഇങ്ങോട്ടും ഉണ്ടാക്കി ഞാൻ ടയേർഡായിപ്പോയി. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഈസി ഉച്ചയ്ക്ക് പനീർ ബുർജി, ഇന്ന് പനീർ സാൻഡ്വിച്ച്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് സാൻഡ്വിച്ചിൽ ഒന്നെങ്കിൽ നല്ല ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മുംബൈ വെജ് സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഗ്രീൻ ചട്നിയൊക്കെ വേണം, പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും ഒന്നാമതേ പുതിനയിലില്ല. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങളൊന്നുമില്ല. ഇവിടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിരാന്ത് പിടിക്കും. വേറെ ഒന്നുമല്ല, രണ്ട് പേർക്കും, എനിക്ക് രംഷേട്ടന് പിന്നെ ഏകദേശം ഒരേപോലത്തെ മതി. മിത്തുക്കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളി പാടില്ല, തക്കാളി പാടില്ല, അത് പാടില്ല. കുക്കുംബറൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു മുട്ട ബുർജി ഉണ്ടാക്കുകയാണെങ്കിലും 2 എണ്ണമായിട്ട് ഉണ്ടാക്കണം. ആ ഉള്ളി കഴിക്കാത്തൊരു പ്രത്യേക തരം ജൈന വിഭാഗം അത് ഞാൻ പറയും. പക്ഷെ ഉള്ളി സമ്മന്തി കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. തൈര് തൊടില്ല, പക്ഷെ കാളനും മോര് കൂട്ടാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് പറയും. ഇന്നവരൊക്കെ തൈര് കഴിച്ചില്ല. തൈര് കിടുമ്പോൾ ഓക്കാനും വരും. പക്ഷേ കാളൻ നല്ല ഇഷ്ടമാണ്. മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഉള്ളി എന്ന് പറഞ്ഞ സാധനം തൊടില്ല. അപ്പോൾ അതൊക്കെ പക്ഷെ പിന്നെ നമ്മുടെ പേസ്റ്റ് പോലെ ആക്കില്ല. അങ്ങനെയാണെങ്കിൽ കഴിക്കും. അതല്ലാതെ ഉള്ളിയായിട്ട് കഴിക്കില്ല. അപ്പം എല്ലാം പിറക്കി വെക്കും. അപ്പോൾ ഒക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ, ഇന്ത്യയിൽ കുറച്ച് എന്താ പറയുക, ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. മിത്തുക്കുട്ടിക്ക് വെറുതെ പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞപ്പൊടി, ചാട്ട് മസാല, മുളക് പൊടി, ഒരു തട്ടിക്കൂട്ട് പരിപാടി. കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് നമുക്ക് ഹെവി ആക്കാം. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ബിസി ഡേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അടുത്ത് തന്നെ ഞാൻ 21 ഡേയ്സിൻ്റെ ഷോർട്സ് ഡെയിലി ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയൂ. അപ്പോൾ എൻ്റെ കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ കൂടിക്കോളൂ കേട്ടോ. ബൈ.